ഇറാന്റെ പരമോന്നത നേതാവിന് കീഴിൽ 5,00,000 പേഴ്സണൽ സൈനിക ട്രൂപ്പ് ഉണ്ട് എന്നുള്ള വിവരം ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രക്ഷോഭവും സമരങ്ങളും രാജ്യത്തിനുടനീളം വ്യാപകമായി വരുന്ന സമയത്തും അതിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടും നിയന്ത്രിക്കാനും സാധിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പല രാജ്യങ്ങളും സ്വകാര്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് പ്രയോഗിക്കപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ മറിമായം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു രാജ്യത്തുണ്ടാകുന്ന സൈനികരെക്കുറിച്ചും ആ സൈനികർക്കുള്ള സൈനിക ബലത്തെക്കുറിച്ചും ആയുധത്തെക്കുറിച്ചുമൊക്കെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങൾക്കും പരസ്പരം ധാരണകളുണ്ട്. അപൂർവമായിരിക്കുന്ന ആണവായുധം പോലെയുള്ള വസ്തുക്കൾ ചില ഈ മൂന്നാം ലോക രാജ്യത്തിൻ്റെ കൈവശത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഏറെക്കുറെ ലോകാടിസ്ഥാനത്തിൽ സൈനികരും അതിൻ്റെ ബലവും അതിർത്തിയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക സ്രോതസ്സും രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രയോഗങ്ങളും കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള പൊതുവായിരിക്കുന്ന ഒരു വിവരണം സാധ്യമാണ്. അത് മർമ്മ പ്രധാനമായിരിക്കുന്ന പലതും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ചാറ്റ് GPT പരിശോധിച്ചാൽ പറ്റും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. കിട്ടാത്ത ചില സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് പേഴ്സണൽ ട്രൂപ്പ് എന്ന് പറയുന്നത്. പല രാജ്യത്തിനും അതുണ്ട്. റഷ്യയുടെ വ്ളാഡിമിർ പുടിന് ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു, വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. പ്രിഗോഷിൻ എന്ന് പറയുന്ന ട്രംപിൻ്റെ പുടിൻ്റെ വീട്ടിലെ പാചകക്കാരനായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ആദ്യം 2000 സൈനികരിൽ തുടങ്ങി, പിന്നെ 25,000, പിന്നെ 1,400,000 സൈനികർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 25,000 സ്ഥിരീകരിക്കപ്പെട്ടതാണ്. 1,400,000 ഉണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല ക്രിട്ടിക്കൽ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രാജ്യത്തിൻ്റെ സൈനികരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പേഴ്സണൽ ട്രൂപ്പിനെ യുദ്ധത്തിന് പറഞ്ഞേക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഈ പുടിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ചില സമയത്തൊക്കെ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ സൈനികരല്ല, പേഴ്സണൽ ട്രൂപ്പ് ഏതെങ്കിലും വിഭാഗമാണ് എന്ന് കൊഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യൻ സൈനികരുടെ യൂണിഫോമോ റഷ്യയുടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ സീലടിച്ചതോ അവരുടെ കൈവശത്തിൽ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അത്തരം 5,00,000 സൈനികർ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. ഇത് മുൻപേ സംശയങ്ങളുണ്ടായിരുന്നു. എണ്ണൽ സംഖ്യത്തിക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അമേരിക്ക തന്നെ ഇതിൻ്റെ ഇടയിൽ പുറത്തിറക്കുന്ന ഒരു പ്രസ്താവനയിൽ പറയുന്നു, ഇറാൻ എന്ന് പറയുന്ന രാജ്യം അട്ടിമറിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ അധികാരത്തിലേറ്റിയാലും യഥാർത്ഥത്തിൽ ശാന്തവും സമാധാനമായിരിക്കുന്ന ഒരു ഭരണക്രിയകൾ അവിടെ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്ന് പുടിൻ തന്നെ സമ്മതിച്ചാണ്. അതിനവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അവിടെ വലിയ ഈ പറയപ്പെട്ട പേഴ്സണൽ ട്രൂപ്പ് വിഭാഗം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവിടെ സൈനിക പട, അതിൽ നല്ലൊരു വിഭാഗം ഇപ്പോഴത്തെ ഭരണാധികാരിയായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ അനുകൂലിക്കുന്നവരും പിന്തുണക്കുന്നവരും അദ്ദേഹം അവരുടെ ആത്മാവായിട്ട് കാണുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ ഒരു മതനിയമത്തിൻ്റെ ഭാഗമായിട്ടോ അവരങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ സ്ഥായിയായിട്ട് നിലനിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ നിഗമനം. അത് 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ കുറിച്ചാണ്. താലിബാനിൽ ഭരണം അട്ടിമറിയപ്പെട്ടു. പുതിയ ഭരണ സംവിധാനം അമേരിക്ക കൊണ്ടുവന്നു. ഹമീദ് കർസായി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ നേതാവ് എന്ന് അദ്ദേഹം എഴുതി കാണിച്ച ആ വ്യക്തി ഏകദേശം 10-15 വർഷത്തോളം അവിടെ ഭരിച്ചു. ഏകദേശം 17ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ 15 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അവിടെ ഭരണം നടത്തി. ആ ഭരണ സമയത്താണ് താലിബാൻ ആ രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായിരിക്കും സംഭവം ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാര്യം അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് തെന്നിപ്പോയി പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അവിടെ ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം നടക്കാത്തൊരു സംഭവമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. കാര്യം തൊട്ട് മുൻപ് നടന്നിരിക്കുന്ന പല സംഭവങ്ങളും, അഫ്ഗാനിസ്ഥാനിലെ ഭരണം അട്ടിമറിഞ്ഞതിന് ശേഷമാണ് ഇറാഖിലെ ഭരണം അട്ടിമറിയുന്നു, ലിബിയയിലെ ഭരണം അട്ടിമറിയുന്നു, ഈജിപ്തിലെ ഭരണം അട്ടിമറിയുന്നു, സുഡാനിലെ ഭരണം അട്ടിമറിയുന്നു, സിറിയയിലെ ഭരണം ഏറ്റവും ഒടുവിൽ അട്ടിമറിയുന്നു. ഇവിടെ ഒന്നും ഒരു പുറത്താക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം തിരിച്ചു വരുന്ന ഒരു സംഗതിയേ ഉണ്ടായിട്ടില്ല. ഇറാഖിലാണെങ്കിൽ നമുക്കറിയാം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു.
ലിബിയയിലാണെങ്കിൽ കേണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നു, മൃതദേഹം പോലും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈജിപ്തിലാണെങ്കിൽ ഉസ്നി മുബാറക്ക് ഭരണം അട്ടിമറിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം കോടതിയിലേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന സമയത്ത് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. സിറിയയിൽ നമുക്കറിയാം, അവിടുത്തെ ഭരണാധികാരി രാജ്യം വിട്ടുപോയി റഷ്യയിൽ അഭയം തേടി. അങ്ങനെ എവിടെയൊക്കെ ഭരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ അട്ടിമറിയപ്പെട്ടിട്ടുണ്ടോ അവിടെ ഒന്നും പിന്നീട് ഭരണാധികാരികൾക്ക് ഒരു അഡ്രസ്സ് ഇല്ലാത്തൊരു രീതിയാണ് ഉണ്ടായത് എന്ന് ചുരുക്കം. ഈ അഫ്ഗാനിസ്ഥാനിൽ രീതി മറ്റൊന്നായിരുന്നു. അവിടെ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു. പിന്നീട് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുകയാണ്. എല്ലാവിധ പ്രയോഗങ്ങൾ നടത്തിയിട്ടും ഗസയിൽ ഇപ്പോഴും ഹമാസ് തുടരുന്നുണ്ട് എന്നുള്ളത് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ പേഴ്സണൽ ട്രൂപ്പ് ഭയങ്കരമായിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആയുധത്തെക്കുറിച്ചോ അവരുടെ സൈനിക ബലത്തെക്കുറിച്ചോ ഈ ആയുധം സൂക്ഷിക്കപ്പെടുന്ന മേഖലയെക്കുറിച്ചോ ഈ ആയുധങ്ങൾ വന്നു ചേരുന്ന രീതികളെക്കുറിച്ചോ ഇപ്പോഴും അജ്ഞാതമാണ്. ഗസയിലേക്ക് എങ്ങനെ വരുന്നു എന്നവർക്കറിയില്ല, ഇറാനിലേക്ക് എങ്ങനെ വരുന്നു എന്നറിയില്ല, ലെബനാനിലേക്കോ ലിബിയയിലേക്കോ വരുന്ന അറിയില്ല, യമനിലേക്ക് വരുന്ന അറിയില്ല. ഒരു രാജ്യത്തേക്കും വരുന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ല എന്ന് ചുരുക്കം. ഈ 5 ലക്ഷം സൈനികർ എന്ത് ചെയ്യും എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഭരണം അട്ടിമറിഞ്ഞാലും ഇവരുടെ സൈനിക ബലവും ശക്തിയും അവിടെ നിലനിൽക്കും. ഒരിക്കൽ പോലും ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തോടു കൂടി അവിടെ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ഈ പേഴ്സണൽ ട്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ യൂണിഫോം ധരിക്കില്ല. അവർ വലിയ രീതിയിൽ സൈനിക പ്രാക്ടിക്കൽ നടക്കും, പക്ഷേ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി സാധിക്കുകയില്ല. രാജ്യത്തുള്ള എല്ലാവിധ അത്യാധുനിക ആയുധങ്ങളും പ്രയോഗിക്കാൻ വേണ്ടി ഇവർക്ക് വ്യത്യസ്ത മേഖലയിൽ പ്രാക്ടിക്കൽ നൽകപ്പെടും. അപൂർവമായിരിക്കുന്ന വിഭാഗങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൂ. ബാക്കിയുള്ളവരെല്ലാം സ്വകാര്യതയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അവിടുത്തെ പ്രക്ഷോഭം പൊളിക്കാൻ വേണ്ടി ഏറ്റവും നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ചത് ഈ പറയപ്പെട്ട പേഴ്സണൽ ട്രൂപ്പാണ് എന്ന് ചുരുക്കം. കാര്യം അവർക്ക് യൂണിഫോം ഇല്ല. അവരുടെ മഫ്തി വേഷത്തിൽ എന്ത് ചെയ്യുന്നു, പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ പ്രവൃത്തി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് സർക്കാരിന് അപ്പം നിർദ്ദേശം നൽകി. അവരാണ് മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ അവരാണ് പറഞ്ഞത് ഇവർക്ക് ഈ പ്രക്ഷോഭകാരികൾക്ക് നേതൃത്വമില്ല, അതിന് ഒരു സംഘടനാ സംവിധാനമില്ല, അവർ ഏകോപിച്ച ഒരു മുദ്രാവാക്യമില്ല, വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ ചെതറിക്കിടക്കുന്ന വിഭാഗങ്ങളാണ് ഈ പറയപ്പെട്ട വിഭാഗങ്ങൾ. ആയതിനാൽ തന്നെ അവർ സംഘടിച്ച് ഏകോപനത്തോടു കൂടി മുന്നേറാൻ സാധിക്കുകയില്ല എന്നുള്ള റിപ്പോർട്ട് ഈ പേഴ്സണൽ ട്രൂപ്പ് സർക്കാരിന് നൽകിയപ്പോഴാണ് സർക്കാർ ഒരു കാര്യം മനസ്സിലായത്, ഈ വിഭാഗം നിലനിൽക്കുന്നതല്ല, അവർ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു പ്രതിപക്ഷ നേതൃത്വമില്ല, അതേപോലെ തന്നെ ഒരു നേതൃത്വ പാഠവത്തിൻ്റെ കീഴിലല്ല, പ്രത്യേകമായിരിക്കുന്ന ഒരു മുദ്രാവാക്യ സംവിധാനങ്ങളില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചിരിക്കുന്നു, അത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ എന്ന് ചുരുക്കം. അങ്ങനെ ആ ട്രൂപ്പ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംവിധാനത്തോടു കൂടി തന്നെ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ രാജ്യം അട്ടിമറിക്കപ്പെട്ടാൽ ആരുടെ കൂടെ നിൽക്കും? സ്വാഭാവികപരമായിട്ട് അവിടെ കംനായുടെ കൂടെ നിൽക്കും. സുഡാനിൽ ഇതേപോലെ 2 വിഭാഗമുണ്ടായിരുന്നു. ആ 2 വിഭാഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് സുഡാൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സൈനിക വിഭാഗം, 2 മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഭരണാധികാരി 30 വർഷത്തോളം അവിടെ ഭരണം നടത്തിയ സമയത്ത് അയാളുണ്ടായിരിക്കുന്ന ഒരു പേഴ്സണൽ ട്രൂപ്പ്. ഇപ്പോൾ 2 സൈനിക വിഭാഗം പരസ്പരം ഈ സുഡാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റുമുട്ടുന്ന കാര്യം നമുക്കറിയാം. അത് ഒരു സുഡാൻ എന്ന് പറയുന്നത്, ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഭരണാധികാരി പേഴ്സണൽ ട്രൂപ്പാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ഔദ്യോഗികപരമായിരിക്കുന്ന സൈനിക വിഭാഗമാണ്. ഇത് പല ഭരണാധികാരികൾക്കുമുണ്ട്. അതിലേറ്റവും സുശക്തമായതും ശക്തിയുള്ളതും ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധമുള്ള സൈനിക ട്രൂപ്പുമാണ് ഇറാനിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ലോകത്തെ തന്നെ അമ്പരിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് 5 പ്രാവശ്യമെങ്കിലും ഇപ്പോഴത്തെ ഭരണാധികാരിയായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി ഭരണത്തിലേറിയതിന് ശേഷം ഏറെക്കുറെ 5 തവണയെങ്കിലും ശക്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ രാജ്യത്തിനെതിരെ, അത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. 5ാമത്തെ പ്രക്ഷോഭമാണ് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിരിക്കുന്നത്.